അച്ഛൻ്റെ കട കേട്ടോ. അച്ഛൻ്റെ അച്ചാറ് മെച്ചി ഉണക്കിണ്ടാക്കിയ ഉണക്കുമന്തിരി കേട്ടത്. അടിയിലൊരു 2-3 അങ്ങനെ കടന്ന് കളിക്കുന്നു. പരസ്യത്തിന് വെച്ചിക്കല്ലേ. പട്ടാമ്പി വീട്ടിലത്തെ നമ്മളെ 2ാം പെരുന്നാളാണ് കേട്ടോ. ഇന്നലെ അങ്ങനെ വന്ന് ഞങ്ങളെല്ലാവരും ഫുഡ് കൊടുത്തിട്ട് ഞങ്ങളൊക്കെ വീട്ടിലുള്ള ഫുഡുകളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി എല്ലാവരും ഫുഡും കൂടി ഇവിടുത്തെ ഫുഡും പോരാത്തിന് ബാപ്പാക്ക് മൗലൂദിന് കിട്ടിയ ഫുഡും ഒക്കെ കൂടെ വെച്ചിട്ടുള്ള ഒരു ഡിന്നറൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ. ഇപ്പോൾ രാവിലെ നെയ്ച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, പത്തിരിയും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴിച്ച് ഇന്ന് ബിരിയാണിയും പായസം ഒക്കെ ഉണ്ടാക്കണം. അപ്പം അടുക്കളയിൽ അതിനുള്ള തിരക്കാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ എടുത്ത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ നെബിലോട്ടി ഇല്ലല്ലോ, നെബിലോട്ടി ഇല്ലാത്തതിൻ്റെ കുറവ് നല്ല ഉണ്ട് കേട്ടോ. പിന്നെ സുലും വന്നിട്ടില്ല, സുലു സൈക്കോട്ടനിക്ക് എക്സാം ആണത്രേ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ നജിത്തും ജാസ്മിൻകുട്ടിയും ഞങ്ങളുമാണ് കേട്ടോ ഉള്ളത്. ഇക്ക കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ കുപ്പായൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇക്കാൻ്റെ 3ാമത്തെ ടീഷർട്ടാണ് കേട്ടോ പെരുന്നാളിൻ്റെ. ഇതിൻ്റെ പുതിയ കുപ്പായാണ് കേട്ടോ. ഇതിന് സ്പെഷ്യൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിൻ്റെ കൈൻ്റെ ഇവിടുന്ന് ഇങ്ങനെയാണ് എലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് മാത്രം. പിന്നെ കണ്ണുമ്പോൾ ഇക്കാക്ക് ഇങ്ങനത്തെ ബലൂൺ ലൂസായ ഒന്നും ഇഷ്ടമല്ല. പാൻറ്റാണെങ്കിലും കുപ്പായാണെങ്കിലും ഒന്നും കൈ ലൂസായൊന്നും ഇഷ്ടമല്ല. ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് വരുന്നുണ്ട്. മെച്ചിന്റെ ഒരു വാഴ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, റോബസ്റ്റ. അതിന്റെ വിചാരിച്ച പഴയ ആളൊന്നല്ല കേട്ടോ. മെച്ചിന് കുറെ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ, ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇമ്മാന്റെ ഒരു ചെറിയൊരു ചായവാണ് മറ്റേ നമ്മളെ ഷാദിക്ക് കിട്ടിയിരിക്കണമെന്നില്ല മനസ്സിലായത്. മെച്ചി എപ്പോഴും ഞങ്ങൾക്ക് ഓരോന്നും മെച്ചി തന്നെയാണ് എപ്പോഴും പറഞ്ഞാ. മെച്ചി ഇപ്പൊ നെബിലോട്ടി ഒന്നും ഇല്ലാഞ്ഞിട്ടേ ഇപ്പൊ മെച്ചിക്ക് ഒഴിഞ്ഞിരിക്കല്ലേ, ഓരോ സാധനങ്ങളൊക്കെ ഇടക്കിടക്ക് ഓരോന്ന് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സൂത്രപ്പണികളൊക്കെ ഉണ്ടാക്കിയാണ്. എന്തായാലും നമുക്ക് വാഴക്കൊല കാണിച്ചു കൊടുക്കുക. നല്ല ചെറിയൊരു വാഴക്കൊല കാണിച്ചു തരാം. വെള്ളത്തിൽ മീനുണ്ട് ഇതില്. ഇനി അടിയിലെന്തോ നോക്കട്ടെ കേട്ടോ. അടിയിലൊരു 2-3 അങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. കുഞ്ഞ വാഴക്കൊല, ചെറിയ വാഴക്കൊല. ഏകദേശം ഇന്റെ ഹൈറ്റ് ഉണ്ട് മറ്റേ വാഴക്കൊല തന്നെ. സ്റ്റാറ്റസ് ഉമ്മാന്റെ മൈലാഞ്ചിച്ചിടി പച്ചമുളക് മെച്ചിന്റെ. ബിരിയാണി മസാലക്കുള്ള കൂട്ടാണ് ഗംഭീര ബിരിയാണി മസാല. പാപ്പാന്റെ ബിരിയാണി മസാല കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് സാജീരകം, സാധാ ജീരകല്ലേ, കറാമ്പൂവ്, കറാപ്പട്ട, തിരുജീരകം, ഏലക്കായി, ചെറിയ ജീരകം, ജാതിപത്രിക. അതാണ് ജാതിപത്രിക. ഇത് ജാതിക്ക. കാശ്മീരി മമ്മിക്കാന്റെ കടയിൽ നിന്ന് പഴം മുറിക്കണ ഓർമ്മയിലാണ്. നോക്കട്ടെ, കത്തി കാണിച്ചാ മമ്മിക്കാന്റെ കടയത്തെ കത്തി. മമ്മിക്ക് എങ്ങനെ വെച്ച് കുയിക്കില്ല. ഓരതൊക്കെ നല്ല മൂർച്ചുണ്ടായിരുന്നു. അതെ, ഓരോ ഒപ്പ് വാങ്ങാൻ വന്നിട്ടാണ്. ഞാനെന്തായാലും ചുറ്റിത്തിരിഞ്ഞ് നിൽക്കാതെ ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ ഏറ്റെടുത്തിട്ടോ. ഞാൻ മുമ്പ് വന്നിട്ടില്ലേ, നമ്മൾ കൈസഹായം ചെയ്യുമ്പോൾ, അതായത് പാത്രം കഴുകുക, അരിയുക, പിടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, കുറേ പണികളുണ്ടാവും. അപ്പോൾ അതിക്കുന്നല്ല നമ്മളൊരു ഐറ്റം ഏറ്റെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പായസം ഏറ്റെടുത്തു. റെഡിയാക്കി തന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ കിട്ടുക. നമ്മൾ നല്ല കഴുകിയായിട്ട് നമുക്ക് കഴുകാത്തിടാൻ തോന്നൂല്ല. മെച്ചി ഉണക്കിണ്ടാക്കിയ ഉണക്കുമന്തിരി ആയിട്ടത്. മെച്ചിന്റെ സ്പെഷ്യൽ ഉണക്കുമന്തിരിയാണ്. വെള്ളം മുന്തിരി വെള്ളം കഴുകിയിട്ട് ഒന്നില്ല, ഒന്നും വാടിയ പോലെ ആവൂലേ, തിളപ്പിക്കൊന്നും വേണ്ട. ഉണക്കന്നെ 4 ദിവസം നല്ല വേഗം കൊണ്ടാ ഉണങ്ങൂല്ലേ. കുരുല്ലാത്ത മുന്തിരിയാ, കുരുല്ലാത്ത മുന്തിരി. സീസണില് അല്ലേ 100 രൂപയുടെ കിലോന് കിട്ടും. 1.5 വലിപ്പക്കാരില്ലേ. 1.5 വലിപ്പാണ്. അപ്പൊ അതാണ് മുറിച്ചിട്ട് എല്ലാരും വേറെ ആക്കലാണ്. ഇത് ഉള്ളി വേറെ ഇടും, എന്നിട്ട് പൊരിച്ചിട്ട് ഇത് ഇട്ടില്ല. അപ്പൊ അതൊരു കണക്കില്ലെങ്കിൽ ഒക്കെ നാശമാവും. അന്നേരം ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതിന്റെ കളർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എത്തുമ്പോഴത്തേനും അത് കറുപ്പ് കളറാവും. റോസ് കളർ വരുന്നത് ആകെ നിച്ചമാണ്. അതൊക്കെയുണ്ടെങ്കിൽ ഒന്നുകിൽ അണ്ടിപ്പരിപ്പ് കരി, മുന്തിരിങ്ങ കരി, ഉള്ളി കരിയില്ല.
അപ്പൊ തമിഴ്നാടൻ ബിരിയാണി തന്നെയാണ് അതെ ഒറിജിനൽ. വീട്ടിൽ ഉണക്കമുന്തിരി വരെ ഇട്ടിട്ടുള്ള തമിഴ്നാടൻ ബിരിയാണിയാണ് അപ്പൊ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് ഞാൻ പച്ചവെള്ളത്തിൽ കുക്കറിൽ വേവിക്കാൻ വെച്ചത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ നമ്മളെ 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്നിളക്കി സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ശർക്കര ഉരുക്കി വെച്ചതും അരിച്ചൊഴിച്ചു കൊടുത്തു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നത്. അരിപ്പായസം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ 1ാം പാലും ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏലക്കായപ്പൊടി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു ഇനി വെക്കാണ്ടോ? 2ാം പാൽ ഒഴിച്ചു. സിമ്മിലിട്ടിട്ട് 2 പാലും ശർക്കരയും ഒക്കെ കൂടെ ഒഴിച്ചതോടെ കുറച്ച് വെള്ളറിയ പോലെ ആയിട്ട്. അപ്പോൾ ജാസ്മിൻ കുട്ടി പറഞ്ഞ് സിമ്മിലിട്ടിട്ട് വറ്റിച്ചെടുത്താൽ മതി. എന്തായാലും പായസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ എൻ്റെ മക്കളെ പോലെ പറഞ്ഞാല് കണക്ക് പോലെ അതെ. അതിനെ ഓർക്കും കാട്ടാൻ വയ്ക്കേ. ഞാനാണ് പറഞ്ഞത് ഇങ്ങോട്ട് ഞങ്ങൾക്ക് നല്ല കട്ടിയാണ്. പപ്പടം പൊരിക്കല. ഷെഫ്മോനെ എണീറ്റാ. ഷെഫ്മോനെ ഉറക്കം തീർത്തിക്കാണ്. പെരുന്നാളിന്റെ എല്ലാ ക്ഷീണങ്ങളും തീർത്ത് മടോടി വന്നിട്ട്. നീക്ക് ചോറ് കഴിക്കാനായി. ഇന്നിപ്പോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ലോ അല്ലേ? നേരെ ലഞ്ചിലേക്ക് വാ. നിങ്ങൾ ഇവിടെയും പെരുന്നാൾ ക്ഷീണം തീർക്കുക. നബിലൊട്ടി ഇല്ലെങ്കിൽ നബിലൊട്ടിയുടെ വിവിധ പോസുകൾ ഇതാ ഇവിടെ തന്നെ ഉണ്ട്. നബിലൊട്ടിയുടെ എല്ലാ സംഭവങ്ങളും അടങ്ങിയ ടേബിളാണ് കേട്ടോ ഇത്. വീഡിയോ കോളാ. ചെടികൾ നനച്ചു ഇന്നലെ പോന്നിട്ടുള്ളു. അപ്പത്തേനും വീഡിയോ കോള് വിളിച്ച് തന്നെ ഓള് ഫോൺ വിളിച്ചാ എടുക്കാത്തത്. എന്നെ വിളിച്ചപ്പോ ഇപ്പൊ തുടങ്ങും ചോദിക്കല് എന്താക്കി അവിടെ എന്താക്കി ഇവിടെ എന്താക്കി. ചെടി നനച്ചോ വിളിച്ചോ തിന്നോ? ഞാൻ പറയാം നബിലൊട്ടി ഇല്ലെങ്കിലേ നബിലൊട്ടിയുടെ എല്ലാ പോസും ഉണ്ട്. അപ്പൊ കേറി വരുമ്പോ തന്നെ ഇതാ ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തായാലും മറക്കാനാവാത്ത ഒരു ഓർമ്മ. 12-12:30 മണിയായി. ഷെഫ്മോന് ഉറക്കമൊക്കെ തീർന്നോ? കുളിച്ച് സുന്ദരനായി വന്നിട്ടുണ്ട്. സുന്ദരനായിട്ടൊന്നുമില്ല, കുളിച്ചിട്ടുണ്ട്. ഒരു സിനിമ കൊള്ളാണ്. എല്ലാവർക്കും സിനിമ ചെയ്യുന്ന ആള്. മറ്റേവരോട് പറയണ്ട, നിന്റെ ആൾക്കാരോട് പറയണ്ട. ഞങ്ങള് പറയാം അന്നെ എപ്പോഴാണ് നമ്മളന്ന് ഒട്ടിച്ച ഷീറ്റിലെ അച്ഛൻ്റെ അച്ചാറ്. അന്റെ പുതിയ എപ്പോഴും വരാറിഞ്ഞോ? എത്തുന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോറ് കഴിക്കാൻ വിളിക്കാനിങ്ങനെ ഇപ്പൊ വിളിച്ചിട്ട് ഇങ്ങനെ നോക്കി. അതെ, ഗമ ഒട്ടും കളയാതെ ഇരിക്കുക. നമ്മളൊരു ഉരുള വായിക്ക് വെക്കുമ്പോഴത്തേക്കും എത്തുത്രേ. മരുമക്കൾക്ക് പൊട്ടണ പ്ലേറ്റ്. ഞങ്ങൾക്കൊക്കെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പൊട്ടാത്ത പ്ലേറ്റ്. പപ്പടം വിതരണം ചെയ്യുന്ന ആളില്ലാണേ ഇതിനൊക്കെ എത്തിക്കൂടും. എന്റെ പാപ്പാന്റെ നാടൻ ബിരിയാണി, തനി നാടൻ ബിരിയാണി ബിരിയാണി എല്ലാരും കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിട്ട് ഒന്നും അഭിപ്രായം പറയാത്തത്. കാരണം ആർക്കാർക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാൻ ക്രെഡിറ്റ്. പായസം പായസന്റെ വകെ രസല്ലേ? എന്റെ കണ്ടപ്പോ കണ്ടോ ചീരുകളി നിക്ക. എങ്ങനെയുണ്ടായിരുന്നു മോളെ പായസം?
അമ്മച്ചിന്റെ ഇലക്കണിയാണ് കേട്ടോ. ഇപ്പൊ നെബിലോട്ടി പോയപ്പോ അമ്മച്ചിക്ക് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഹോബിയാണ്. എനിക്ക് ഈ ഓലയുടെ കളറില്ലേ ഇത് ഓലോണ്ട് പച്ച ഓലോണ്ട് മുടഞ്ഞ പോലെ ഉണ്ടല്ലേ. ഇതൊക്കെ അമ്മച്ചിന്റെ പണി. പിന്നെ ഇതാ പിന്ന് വെക്കാൻ വേണ്ടിയിട്ട് നെബിലോട്ടി അമ്മച്ചിക്ക് ഈ പോയപ്പോ നല്ല ഇതാണ് കേട്ടോ, നല്ല ഫ്രീ ടൈം ഒക്കെ കിട്ടുന്നുണ്ട് പറഞ്ഞിട്ടേ അമ്മച്ചി വെറുതെ ഇന്ന് ബോറടിച്ചിട്ട് ഉണ്ടാക്കണതൊക്കെ. ഇത് മാത്രം കേട്ടോ, കൊറേ കുഷനുകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കവർ അടിക്കാനുള്ള പരിപാടിയാ. പിന്നെ അതെ അമ്മച്ചി എപ്പോഴും ഞങ്ങളോട് പിന്നും അതും ഇതൊന്നും അവിടെയും ഇവിടെയും വെക്കരുത് പറയും. ഷെഫ്മ ഡയറ്റിലാണ് കേട്ടോ. ഒരു 4 മണി ബിരിയാണി കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നജിമമ്മ ഐഷുട്ടിക്ക് അടിച്ചു കൊടുക്കും. ഇത് നജിത്ത് അടിച്ചു കൊടുക്കലാട്ടോ. ഐഷുട്ടിക്ക് ലേഡി ഓഫ് കേരളയുടെ ഉടുപ്പാട്ടത്. ഐഷുവിന്റെ ഉടുപ്പാ ഇത്. നെബിലോട്ടിക്ക് ഒരു ഡ്രസ്സ് അടിച്ചിരുന്നില്ല, അതിന്റെ ബാലൻസ് കൊണ്ട് നെജി അടിച്ചതാണ്. പിന്നെ ഒരു ക്യൂട്ട് ഉടുപ്പ്. ഇത് നെജിയുടെ ചുരിദാറിന്റെ അതേ പീസ് കൊണ്ട് അടിച്ചിരിക്കണേ കണ്ട. ഉടുപ്പും ട്രോസും ഡയറ്റിലാണേ. ഞാൻ വെച്ചിട്ട് തലക്കാണൊക്കെ കാണിച്ചു കൊടുക്കും. തിന്നിട്ട് കുരുതീകുന്ന വിത്തിന് വേണ്ടി മേടിച്ച തണ്ണിമത്തങ്ങ എത്ര ഇപ്പൊ പാത്രത്തിന്റെ ഒപ്പം ഇതും ഉണ്ട് അല്ല, ഇതിന്റെ ഒപ്പം കുരുടാനുള്ള പാത്രം ഉണ്ട്. കുല്ലേ കുരുതുപ്പാള പാത്രം മലക്കുണ്ടാവും. പെരുന്നാൾ ടൂർ ഒറ്റക്ക് പോകുന്നാ പറയണത്. ഇത് ഇവിടെ എങ്ങനെ കുത്തിരുന്നോ? പിന്നാലെ പോയിക്കോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് അടുത്ത വീഡിയോ ഉമ്മ കാണുമ്പോ ഞമ്മക്കില്ല തേങ്ങ അവിടെ റെഡിയാക്കി വെക്കുകൊണ്ടെന്ന് ഇതിന്റെ മുമ്പ് അത് പറഞ്ഞു. അത് 6 മാസം സമയമുണ്ട്. അപ്പൊ ഞാൻ പറയാതെ ഇരുന്നത് എന്താന്ന് വെച്ചാൽ ആ വീഡിയോ വരുമ്പോഴത്തേന് ഞങ്ങൾ ഇവിടെ എത്തും. അപ്പൊ അത് കാരണം പറയാതെ ഇരുന്നു. അപ്പൊ നമ്മുടെ സംഗതി ഒക്കെ സെറ്റായി വരുന്നുണ്ടോ. ഞാൻ പോയിട്ട് എടുത്തിട്ട് സംഗതി ഇപ്പോഴേ നമുക്ക് പെരുന്നാക്ക് വന്നിനില്ല വീട്ടിൽ. ഇനിയിപ്പോ വലിയ പെരുന്നാക്ക് നോക്കാം. നമ്മക്കന്നെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു വണ്ടി നിറഞ്ഞു. ലെവലോട്ടി പോയിട്ട് കുറച്ച് ദിവസം ഒറ്റയ്ക്ക്. ഇനിയിപ്പോ രാസിൻകുട്ടി ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് സുലൈ കഴിഞ്ഞ് വെക്കേഷൻ 1 മാസം നിൽക്കാനാണ് വരുന്നത്. അപ്പൊ ആ കഴിയുമ്പോഴത്തേനും ലെവലോട്ടിയും വരും. അങ്ങനെ ഓരോ ഒറ്റക്കൊന്നല്ല എപ്പോഴും ഉള്ളത്. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയും മെച്ചിനെ എങ്ങനെ കാണാന്നൊക്കെ. എടുത്തിട്ട് വാലിങ്ങനെ കുറിച്ചിട്ട് വലിച്ചാൽ അട്ടിന്റെ അടി അതാണ്ട് പുതിയ സാരി പുതിയ സാരി വീട്ടിൽ വരുമ്പോഴല്ലേ എടുക്കുക. പിന്നെ വേറെ എടുക്കുമ്പോ വേറെ ഒരു ഫോട്ടോ ആ ഷാലിട്ടിട്ടുണ്ട്. വായോ രബിലോട്ടിന്റെ നെഞ്ചിപ്പോ ഇങ്ങനെ പെടല്ല. എന്റെ ചെരുപ്പൊക്കെ അവിടെ കടന്ന് കളിക്കുകയാണോ? 2 ആളും ഓരോ കാലുമേട്ട് ആ പോണു പൂപ്പുവിന്റെ വേറെ എടുത്തോ. നമ്മള് പോവാണേ കേട്ടോ. പെരുന്നാൾ വിരുന്നൊക്കെ കഴിഞ്ഞു മൂത്രേ പോവാണ്. മണ്ടുടിത്തെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? പെരുന്നാളാ പട്ടാമ്പി കല്ലിലാണ്. ഇപ്പൊ നല്ല റെസ്റ്റാ. അവിടെ ഓടുന്ന ആളാണ്. ഇവിടെ റെസ്റ്റ് ആണല്ലേ. മറ്റേ കല്യാണം കഴിച്ച കുട്ടികളെ വീട്ടിൽ പോകുന്ന പോലെ. ഞാൻ പോട്ടെ മച്ചിയപ്പോ ഉമ്മി വാപ്പി ഇവിടെ സുഖമായിട്ടൊന്ന് നെബിലോട്ടിയൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്ത് നിൽക്കുന്നു. അപ്പത്തിന് ഓട് വന്നിട്ട് എന്നോട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ പോണ്. ഓട് ചോണനുറുമ്പായിട്ട് വന്നിക്കാണ്. ഇനി ഉമ്മക്കും പാപ്പാക്കും ശല്യമാണ്.
ഞങ്ങൾക്ക് ലോക്കൽ പൂച്ചകളെ ഇഷ്ടമില്ല. ഇപ്പൊ രണ്ടാം പെരുന്നാളിന്റെ വിശേഷം എന്തോ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ വർത്താനം ഇതൊക്കെ പറഞ്ഞിരുന്നു. എന്നും പറഞ്ഞ പോലെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്തൊക്കെ വീഡിയോ എടുത്തെന്നുള്ളത് തന്നെ അറിയില്ല. ഈ മച്ചാന് ആണെങ്കിൽ ഓന് കളരി പഠിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങളെ കുറേ ഒന്ന് ഇതാക്കിയിട്ടാണ് ഒരു സ്റ്റെപ്പ് കാണിച്ചത്. നോമ്പും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോവുകയാണ്. പോണ വഴിക്കുന്ന ജിത്താൻ്റെ വീട്ടിലിറക്കണം. അപ്പോൾ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണം അല്ലേ. പാലത്തിങ്കലെ ഗ്രൂപ്പിലെ ആകെ ഒരു കരളിയാട്ടവനെ കരളി കളരി എന്ന് പറയാ. തേങ്ങ കിട്ടി, വയറ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു, അങ്ങോട്ട് വണ്ടിയും നിറഞ്ഞു, ഡിക്കി നിറഞ്ഞു, തേങ്ങയുണ്ട്. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യാം. രണ്ടാം പെരുന്നാൾ ഇത് ഇവിടെ കഴിഞ്ഞു അല്ലേ? അപ്പൊ രണ്ടാം പെരുന്നാൾ ഇവിടെ കഴിഞ്ഞു. ഇനി തൂത വീട്ടിലാണ് ബാക്കി പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അപ്പൊ അടുത്ത വീഡിയോ വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. പെരുന്നാൾ ആശംസകൾ. രണ്ടാം പെരുന്നാൾ ആശംസകൾ.